അതെ, ബിഗ് ബോസ്. അനീഷ് പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അത്രമേൽ ശരിയായ കാര്യമാണ് അനീഷ് പറഞ്ഞത്. അനീഷിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയല്ല, പക്ഷെ അനീഷ് പറഞ്ഞാൽ കാര്യമുണ്ടെന്ന് എനിക്കും തോന്നി. കഴിഞ്ഞ 2 ദിവസമായിട്ട് നടന്ന ഹോട്ടൽ ടാസ്ക് നിങ്ങളെല്ലാം കണ്ടിരിക്കും. അത് ഡീറ്റെയിൽഡ് ആയിട്ട് ലൈവ് കണ്ട ആളാണ് ഞാൻ. അതിനകത്ത് ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാതെ പണിത ആൾക്കാരുടെ കൂട്ടത്തിൽ ഉള്ള ഒരാളാണ് അനീഷ്. എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല. കിച്ചൺ ടീമും അതുപോലെ തന്നെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന അഭിലാഷോ നൂറോ ഒക്കെ ആണെങ്കിലും ഒക്കെ അവർ നന്നായിട്ട് ചെയ്തു. ഇപ്പം ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലാത്ത ആദിലയും ആര്യനും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേങ്കിൽ അവർക്കൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനെ ഫിസിക്കലായിട്ട് ഒട്ടും സ്ട്രെസ് ഉള്ള ജോലികളൊന്നും ഉണ്ടായിരുന്നില്ല അവർക്ക്. അവർക്ക് ചുമ്മാ ഇങ്ങനെ നടന്ന് അവർക്ക് വായിൽ തോന്നുന്നു പറയാം, അവർക്ക് ചെയ്യാൻ കാണിക്കാവുന്ന ദോകൃതരമൊക്കെ കാണിക്കാനുള്ള ഒരു റോള് മാത്രമേ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ അനീഷ് പറയുന്നുണ്ട്, കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഫ്ലോർ ക്ലീൻ മുഴുവൻ ഞാനാണ് ചെയ്തത്, എല്ലാ പണിയും. അത് ശരിയാണ്, എല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ് ചെയ്തത്. ബെഡ് വിരിക്കുന്നതും അവിടെ വൃത്തിയാക്കുന്നതും എല്ലായിടത്തെയും ആ ഒരു ഹോൾ ഹൗസ് മുഴുവൻ വൃത്തിയാക്കിയത് ഷാനവാസും ഈ പറഞ്ഞ പോലെ അനീഷും കൂടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ രാവിലെ വീണ്ടും നമ്മുടെ ബിഗ് ബോസ് ക്യാപ്റ്റന്മാരൊക്കെ ചാർജ് എടുത്തു. അപ്പം അതിൽ പറയുകയാണ് അനീഷ് ചേട്ടൻ ഇവിടെ ക്ലീൻ ചെയ്യണം, അവിടെ എവിടെ എന്ന് പറഞ്ഞപ്പം അനീഷ് കൃത്യമായിട്ട് പറയുന്നു, ആദില ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി ആദില ഉൾപ്പെടെ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയണം. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ എല്ലാം ക്ലീൻ ചെയ്തതാണ്. അപ്പം നിങ്ങൾ ഓരോരുത്തരും എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞ് ആദിലയുടെ പുറകെ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്യുകയാണ്. അപ്പം ആദില അവർ മോശമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അയാളുടെ പുറകോട്ട് നാടകം നൽകുകയാണെന്നോ അയാളുടെ സ്ഥിരം നമ്പർ ഇറക്കുവാന്നൊക്കെ പറഞ്ഞ് കുറേ അയാൾക്ക് ജോലി ചെയ്യാൻ കഴിയാത്തതുകൊണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ എല്ല് മുറിയെ പണി ചെയ്തതാണെന്ന് നമുക്ക് കണ്ടവർക്ക് മനസ്സിലാകും, ലൈവ് കണ്ടവർക്ക് പ്രത്യേകം മനസ്സിലാകും. അപ്പം ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പം ജിസേലിനോട് ചെയ്യാൻ പറയുന്നുണ്ട്, അക്ബറിനോട് ചെയ്യാൻ പറയുന്നുണ്ട്, ലക്ഷ്മിയോട് പറയുന്നുണ്ട്, എല്ലാവരോടും പറയുന്നുണ്ട്. പക്ഷേ ശരിയാണ്, അനീഷിന് എന്തെങ്കിലും ഒരു ചെറിയ ടാസ്ക് കൊടുത്ത് ഒതുക്കാനുള്ളതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. അനീഷിനൊരു കാരണം കഴിഞ്ഞ ദിവസമൊക്കെ വളരെയധികം അവർ സ്ട്രെസ് ചെയ്തതും ഒക്കെയാണ് അതിന് വേണ്ടിയിട്ട്. അപ്പം അല്ല, പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഒരു മീറ്റിംഗ് ഇപ്പം ക്യാപ്റ്റൻ എന്ന രീതിയിൽ അവർക്ക് മാറി നിൽക്കാൻ അവകാശമില്ല, അവരും ജോലി ചെയ്യേണ്ടത് തന്നെയാണ്. അതിനെന്താണ് തെറ്റ്? അല്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അനീഷ് ചോദിക്കുമ്പം അയാളെ മോശമായിട്ട് ചിത്രീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അനീഷ് പറഞ്ഞതിനകത്ത് ഉത്തരം അത്രമേൽ ശരിയാണ്.